ഹായ് സുഹൃത്തുക്കളെ, ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വാഴയില കൊണ്ട് എങ്ങനെ മീൻ വറുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. മീൻ കടയിൽ നിന്നും മേടിച്ചു കൊണ്ടുവന്ന ശേഷം നമ്മൾ മൺചട്ടിയിലോട്ട് ആ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് മീനൊന്ന് ക്ലീൻ ചെയ്യാം. അയലയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 4 ഫ്രഷ് അയില നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കൂടെ കുറച്ച് മത്തിയും കൂടെ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് അയിലയൊന്ന് നമ്മുടെ പിടയ്ക്കുന്ന അയിലയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാവർക്കും ക്ലീൻ ചെയ്യാനൊക്കെ അറിയാമായിരിക്കും, എങ്കിലും നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ്. അങ്ങനെ വളരെ വെറൈറ്റിയും വ്യത്യസ്തവുമായ ഈ മീൻ ഫ്രൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വളരെ രുചികരമാണ് കേട്ടോ. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ നമ്മൾ ഓരോ അയിലയായിട്ട് എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചിറകെല്ലാം നമുക്ക് മുറിച്ച് കളയാം. അതിൻ്റെ ചിറകെല്ലാം മുറിച്ച് കളഞ്ഞ ശേഷം മീനിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ചിറകും കൂടി മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അത് നമ്മളതിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ചിറകുകളും പറിച്ച് കളഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ വാല് മുറിച്ച് കളയാം. വളരെ ഈസിയായിട്ട് നമുക്കിങ്ങനെ മുറിച്ച് കളയാവുന്നതാണ്. വളരെ എളുപ്പമായ മാർഗമാണത്. കയ്യിൽ കത്തിയും കൊള്ളത്തില്ല. ഇനി നമുക്കതിൻ്റെ പൂവും അതിൻ്റെ കുടലുമെല്ലാം നമുക്ക് എടുത്ത് കളയാം. അങ്ങനെ വളരെ വ്യത്യസ്തമായി നമ്മൾ വറുക്കുന്ന മീനാണ് ഇത്. വാഴയിലയിലാണ് നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മീൻ കരിഞ്ഞു പോകുന്ന ആരും പേടിക്കണ്ട. എങ്കിലും ഓവറായിട്ട് ഇട്ടേക്കരുത്. അതിൻ്റെ വേവിൻ്റെ പരുവാകുമ്പം നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കണം. എണ്ണ അധികം വേണ്ട, അതാണിതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കരിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട. ഡബിൾ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വറുക്കുന്നതിനെക്കാട്ടിലും ഡബിൾ ടേസ്റ്റാണ് ഇത്. അതിൻ്റെ ഒറിജിനൽ കളറോട് കൂടി തന്നെ നമുക്ക് അത് ലഭിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ ഈ മീൻ എങ്ങനെ ഇരിക്കുന്നോ ആ കളറിൽ തന്നെ നമുക്ക് അത് വറുത്ത് കിട്ടുന്നതാണ്. കളറിന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ വളരെ വെറൈറ്റിയും വ്യത്യസ്തവുമായിട്ടുള്ള മീൻ ഫ്രൈകൾക്കും മറ്റുള്ള എല്ലാ ഫുഡ് ഐറ്റംസിനുമായിട്ട് നമ്മുടെ ഷാജാൻസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് എല്ലാവരും കമൻറ്റുകൾ അറിയിക്കുകയും നിർദ്ദേശങ്ങൾ പറയുകയും ഒക്കെ ചെയ്യണേ. അങ്ങനെ അടുത്ത അയിലയും നമ്മളെടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അയില പിടിച്ചുകൊണ്ട് വന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ.
അതുകൊണ്ട് ഫ്രഷായിട്ട് തന്നെ നമുക്കത് ലഭിച്ചു. അത് വളരെ നല്ലതാണ്. മീൻ പഴകിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം സംഭവിക്കും. ഇത് നമുക്ക് യാതൊരു വ്യത്യാസവുമില്ലാതെ നല്ല ഫ്രഷായിട്ട് കിട്ടിയതാണ്. അങ്ങനെ നമ്മുടെ അയിലയെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് ഉപ്പിട്ട് നല്ലവണ്ണം തേച്ച് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ ഉപ്പിട്ട് അത് തേയ്ക്കുകയാണ്. ഗൾഫിലും അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്നവർക്കൊന്നും ഇതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും അറിയണമെന്നില്ല. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാം. എങ്കിലും വിദേശങ്ങളിലുള്ളവർക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും അത് ക്ലീൻ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞ മീൻ നമ്മൾ വെള്ളമൊഴിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ്. ഉപ്പിട്ട് തേക്കുമ്പോഴേ ആ മീനിലുള്ള ക്ലാവ് എന്ന് പറയുന്ന അത് മാറിക്കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ ചുവയുണ്ടാവും. അപ്പം നല്ലോണം ഉപ്പിട്ട് അത് കഴുകിക്കഴിഞ്ഞാൽ ആ ചുവയെല്ലാം മാറി കിട്ടും. അങ്ങനെ നമ്മൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ 2-3 മത്തിയും നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിടയ്ക്കുന്ന അയില. ഇനി നമുക്ക് അയില വറക്കാനായിട്ട് ഉള്ള ഐറ്റംസാണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ചമുളകിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 8 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി 2ആയിട്ട് കീറി വെച്ച വെളുത്തുള്ളി, ഒരു 1.5 കുടം വെളുത്തുള്ളിയാണ് നമ്മൾ 2ആയിട്ട് കീറി വെച്ചിരുന്നത്. അതും അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ നമുക്ക് കറിവേപ്പില, ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ആ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം നമുക്കൊന്ന് അടിച്ചെടുക്കണം. വല്ലാതെ അരഞ്ഞു പോകരുത്, നല്ലവണ്ണം ചതഞ്ഞ് കിട്ടിയാൽ മതി. അതാണ്ട് ഈ പരുവത്തിന് നമ്മളതങ്ങനെ ചതച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ മസാലയെല്ലാം കൂടെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. കൂടാതെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇലയ്ക്കകത്തോ പാത്രത്തിലോ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അധികം വെളിച്ചെണ്ണ വേണ്ട, ശകലം മതി. അങ്ങനെ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറൈറ്റിയായ മീൻ ഫ്രൈകൾക്ക് നമ്മുടെ ചാനൽ എല്ലാവരും സന്ദർശിക്കുക. എല്ലാ ഐറ്റംസും ഉണ്ട് ചാനലിൽ, മീൻ ഫ്രൈ മാത്രമല്ല. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന
മീൻ നമുക്ക് എടുത്ത് മസാല പുരട്ടി കൊടുക്കാം. ആദ്യമായിട്ട് മീനിൻ്റെ ആ വയറിൻ്റെ അകത്തും തലയ്ക്കകത്തും നമുക്ക് നമ്മുടെ ആ മസാല നിറച്ച് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറമേ എല്ലാം നമുക്ക് ആ മസാല തേച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ മീനിൻ്റെ തലയ്ക്കകത്തെല്ലാം അത് മൊത്തമായിട്ടും ആ മസാല നമുക്ക് ഫില്ല് ചെയ്യാം. ആ മസാലയിലിരുന്ന് വെന്ത മീനാണ് നല്ല ടേസ്റ്റുള്ളത്. ഉപ്പ് പാകത്തിനേ ഇടാവൂ, അത് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് മസാല പുരട്ടി വയ്ക്കുകയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തവും വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അയല ഫ്രൈ ആണ് നമ്മൾ ഇലയ്ക്കകത്ത് ഫ്രൈ ചെയ്യുന്ന അയല ഫ്രൈ. അങ്ങനെ അടുത്ത മീനിൻ്റെ അകത്ത് നമ്മൾ മസാല നിറച്ചിരിക്കുകയാണ്. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന പുതിയ വെറൈറ്റി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച ശേഷം അത് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഒരു ഇല എടുത്ത് വെച്ച്, വാഴ ഇല എടുത്ത് വെച്ച് മീൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ അയില മീൻ ആ ഇലയ്ക്കകത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ വാഴ ഇല നമുക്ക് മടക്കാം. മടക്കിയ ശേഷം നമുക്ക് ആ വള്ളി കൊണ്ട് കെട്ടാം. വാഴവള്ളിയാണ് ഞാനിവിടെ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നൂലായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുകി പിടിക്കാനും മറ്റും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ നൂലുകൾ ഉപയോഗിക്കരുത്. വാഴയുടെ നാരോ അല്ലെങ്കിൽ കോട്ടൺ നൂലോ ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമില്ല. അങ്ങനെ അടുത്ത മത്സ്യം നമ്മൾ ഇലയ്ക്കകത്തിട്ട് വെച്ച് ഇല മടക്കി അതും അതുപോലെ തന്നെ കെട്ടിയെടുക്കുകയാണ്. അങ്ങനെ രുചികരമായിട്ടുള്ള ആ മീൻ ഫ്രൈയിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മൾ എല്ലാം കെട്ടിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അടുപ്പിൽ വെച്ച ചട്ടി ചൂടായി. ആ ചട്ടിക്കകത്തോട്ട് നമുക്ക് ആ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ പൊതിയെടുത്ത് ചട്ടിക്കകത്ത് വെച്ച് കൊടുക്കാം. ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മറിച്ചിടാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാവുന്നതാണ്. മറിച്ചിട്ടില്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ വേവാൻ സാധ്യതയുള്ളൂ. 2 സൈഡും വെന്ത് കിട്ടാനായിട്ട് നമ്മൾ മറിച്ചിടണം. തീ കുറേശ്ശെ കത്തിച്ച് കൊടുത്താൽ മതി. ഓവർ തീ ആയാൽ അത് കരിഞ്ഞു പോകും. നമുക്ക് വീണ്ടും ഒന്നുകൂടെ അത് തിരിച്ചിടാം. മീനൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. വീണ്ടും നമ്മളത് തിരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അത് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. മൊത്തം ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടി. ഇതാണ് നമ്മുടെ വാഴ ഇലയിൽ പൊള്ളിച്ച മീൻ. നമ്മൾ അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കുകയാണ്. ആ വലിയ കെട്ടിലുള്ളത് മത്തിയാണ്. ഏത് മീനും നമുക്ക് ഈ വിധം പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ മീൻ പൊള്ളിച്ചത്, വാഴ ഇലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് അഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് അറിയണമല്ലോ. അങ്ങനെ നമ്മളതിൻ്റെ പുറത്തുള്ള വാഴവള്ളി അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് വാഴയില തുറന്ന് നോക്കാം.
ആഹാ, നമ്മുടെ മീനങ്ങനെ ഫ്രൈ ആയിരിക്കുന്നു. മീനിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല, പക്ഷേ സാധനം നല്ല നൈസായിട്ട് വെന്തിരിക്കുന്നു. കണ്ടോ, വളരെ ടേസ്റ്റുള്ള ഒരു മീൻ ഫ്രൈ ആണ്. വാഴയിലയിൽ മീൻ പൊള്ളിച്ചാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് മീൻ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്ക്, എങ്ങനെയുണ്ട്? മീൻ ഫ്രൈ നല്ലതായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്പെഷ്യൽ മീൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.